ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോയാണ്, ചെറിയ കുഞ്ഞു വിശേഷങ്ങളായിട്ടൊരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഉച്ചയ്ക്ക് വരുന്ന വിരുന്നുകാരാണ് കേട്ടോ. കുറച്ചധികം കിളികളുണ്ട് കേട്ടോ. ഓലഞ്ഞാലിയുണ്ട്, പിന്നെ മൈനയുണ്ട്, പിന്നെ നമ്മുടെ പൂത്താങ്കിരി, മരം കൊത്തി, അങ്ങനെ കുറച്ച് കുഞ്ഞു കിളികളൊക്കെ ഇങ്ങനെ വന്ന് മരത്തേക്കടൊക്കെ വന്നിരിക്കും കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് കണ്ട ഒരു കാഴ്ചയാണ്. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ആ മരത്തിൻ്റെ ആ സൈഡിലൊക്കെ ഭാഗത്തൊക്കെ നല്ല തണല. അപ്പോൾ എല്ലാ കിളികളും ഇങ്ങനെ വന്ന് ആ മരത്തിലൊക്കെ ഇങ്ങനെ ചാടി നടക്കും. നമ്മൾ ഇനിയിപ്പം മിച്ചം വന്നിട്ടുള്ള ചോറോ അങ്ങനെ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊത്തിപ്പറക്കി തിന്നും കേട്ടോ. ഇതാ ഒരു മരം കൊത്തി ആശാൻ മരത്തിലിരുന്ന് കൊത്തുന്നുണ്ട് കേട്ടോ. റബ്ബർ മരമാണ് നമ്മുടെ മുറ്റത്തേക്കുന്ന റബ്ബർ മരം. മരത്തിൻ്റെ പോളയൊക്കെ കൊത്തിപ്പൊളിച്ച് താഴോട്ട് ഇടുന്നുണ്ട്. ഒരെണ്ണം എൻ്റെ തലയിലും വീണു കേട്ടോ. കഷീനെ എടുക്കാൻ വേണ്ടി അതിൻ്റെ ചോട്ടിപ്പോയി നിന്നാണ് ഒരു ചെറിയ പീസ് എടുത്ത് ആളെൻ്റെ തലയിലേക്കൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ഇരുന്ന് നല്ല കൊത്തിപ്പറക്കലാണ് കേട്ടോ. നല്ല ഭംഗിയില്ല ഇതിനെ കാണാൻ. അതിൻ്റെ തലയിലൊരു പൂവും മഞ്ഞ കളറും ഒക്കെ ആയിട്ട് ഇരുന്ന് കൊത്തിപ്പറക്കുന്നുണ്ട് കേട്ടോ. അവിടെ കൊക്കോയുടെ കമ്പിൽ മൈനിരിക്കുന്നുണ്ട് കേട്ടോ. 2 മൈനുണ്ട് കേട്ടോ, ഒറ്റ മൈനല്ല കേട്ടോ. പൂത്താങ്കിരി ഉണ്ട്. പൂത്താങ്കിരികൾ വന്നിട്ട് ഭയങ്കര ഒച്ചപ്പാട് എടുക്കും കേട്ടോ. കലപിലാന്ന് പറഞ്ഞ് ഭയങ്കര സൗണ്ട് എടുക്കും കേട്ടോ സാധനങ്ങൾ. നല്ല രസമാണ് കേട്ടോ. ഇവരൊരു ഗ്രൂപ്പായിട്ടാണ് നടക്കുന്നത് കേട്ടോ പൂത്താങ്കിരികളെ. അപ്പം ഉച്ചയ്ക്ക് വന്ന വിരുന്നുകാരെയൊക്കെ കണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ എഴുന്നേറ്റത് വൈകുന്നേരമാണേ. എഴുന്നേറ്റ് വന്നപ്പം ഇതാണ് നമ്മുടെ അന്തരീക്ഷ കാലാവസ്ഥ. വെയിലാണ് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ ഞാൻ ടി വിയിൽ പാട്ടൊക്കെ വെച്ച് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ പണികൾ തുടങ്ങണം. അങ്ങനെ നമ്മുടെ കലം തേച്ച് കഴുകി ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കേട്ടോ. നമ്മൾ അടുപ്പത്ത് വയ്ക്കുമ്പോഴത്തേന് സ്റ്റീലിൻ്റെ കലമായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ചൂടാകും. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള അരി കഴുകിയിടാം കേട്ടോ. ഇതിന് 2 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ നമ്മുടെ സ്നാക്ക് പലഹാരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് തണുത്തു പോകാതിരിക്കാൻ ഈ അരിപ്പാത്രത്തിലാണ് ഇറക്കി വയ്ക്കുന്നത്. നമ്മൾ പലഹാരം ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ അരിപ്പൊടി ഇട്ട് വെച്ചേക്കണം കേട്ടോ. നമുക്ക് അരി കഴുകിയെടുക്കാം കേട്ടോ. രാവിലെ പിടിച്ച് വെച്ച് നല്ല വെള്ളമാണ്, അതുകൊണ്ട് നമുക്ക് അരിയൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. നമ്മൾ അരി കഴുകിക്കൊണ്ട് വന്നപ്പോഴത്തേനും വെള്ളം ചൂടായി കേട്ടോ. നമുക്ക് വെള്ളത്തിലോട്ട് അരി ഇട്ട് കൊടുത്തേക്കാം. ഞാൻ അതവിടെ ഇരുന്ന് വേകട്ടെ. നല്ലോണം തീയത്തുണ്ട്. ആ വിറക് കമ്പ് പൊങ്ങിപ്പോരാതിരിക്കാനാണ് കേട്ടോ ആ ചിരട്ട അവിടെ താങ്ങി വെച്ചത്. ഇനി ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച ഉണക്കമീനാണേ, മാന്തലായിരുന്നു കേട്ടോ വാങ്ങിയത്. അപ്പം അത് 2-3 എടുത്ത് കറി വയ്ക്കാമെന്ന് വെച്ചു കേട്ടോ. നല്ല മാന്തലായിരുന്നു കേട്ടോ, നല്ല വലിയ മാന്തലാണ്, അത്യാവശ്യം ദശയൊക്കെ ഉള്ള മാന്തലായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 3-4 മാന്തലെടുത്തിട്ട് അത് എൻ്റെ തൊലി ഉരിഞ്ഞെടുക്കണല്ലോ. അപ്പം കുറച്ച് നേരം വെള്ളത്തിലിട്ടാൽ സുഖമായിട്ട് ഉരിഞ്ഞെടുക്കും. അപ്പം ഞാനങ്ങനെ മാന്തലെടുത്തിട്ട് ഒരു ചീനച്ചട്ടിയിലെടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നൂല് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നൂല് മേടിക്കാൻ പറഞ്ഞു വിട്ടതാണ് കേട്ടോ. അപ്പം നൂല് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ. അപ്പം നൂല് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. 20 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയുണ്ട്, ഏതൊക്കെ കളറുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച് നോക്കാം. എന്നാൽ ഇപ്പോൾ ഓരോരുത്തർ തയ്ക്കാൻ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ കളറൊന്നുമില്ല, വേറെ കളറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് തയ്ച്ച് വിടുന്നത്. അപ്പം ഇതാണ് നൂല്. ആ നൂലിൻ്റെ കൂടെ നമ്മുടെ തയ്യൽ സൂചിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. കൈത്തുന്നലിൻ്റെ സൂചിയാണേ. കൈത്തുന്നലിൻ്റെ സൂചിയല്ല, ചെറിയ സൂചിയായിരുന്നു. നൂല് കോർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ നല്ല പുതിയ സൂചി മേടിച്ചതാണ് കേട്ടോ. ഒരു പാക്കറ്റ് മേടിച്ചു. ഇതാണ് നൂല് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച കളറുകളൊന്നും തന്നെ ഇല്ല, എന്നാലും നമുക്ക് അത്യാവശ്യത്തൊക്കെ വെച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പിന്നെ കുറച്ച് നൂല് നമ്മുടെ നൂല് വെട്ടിക്കകത്തുണ്ട്. അപ്പോൾ ഈ നൂലുകളും കൂടെ നമ്മുടെ നൂല് വെട്ടിക്കകത്തോട്ട് എടുത്ത് വയ്ക്കാം. മൊത്തമൊന്നും കൊള്ളത്തില്ല, എന്നാലും നമുക്ക് ആവുന്നത്ര ഇതിനകത്ത് എടുത്ത് വയ്ക്കാം. പച്ച ഉണ്ട്, മഞ്ഞയുണ്ട്, അങ്ങനെ എല്ലാ കളറും തന്നെ ഉണ്ട്. ഇല്ലാത്ത കളറൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നൂല് മേടിച്ചേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ നൂല് വെട്ടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നൂല് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. വൈകിട്ട് ചായക്ക് പിന്നെ പത്തിരി, സമൂസ, പരിപ്പുവടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പുവട എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഞാൻ പത്തിരിയുടെ പകുതി കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒട്ടുപാല് വിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഒട്ടുപാല് വിറ്റതിൻ്റെ കണക്കൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കണക്ക് എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ കണക്കൊക്കെ എഴുതി വയ്ക്കുകയാണ് കേട്ടോ ബുക്കിലെ. അപ്പം എന്താ 25-ാം തീയതി ഇന്നലെ ആയിരുന്നു. അപ്പം 49 കിലോ ഉണ്ടായിരുന്നു കേട്ടോ ഇത്തവണ. 125 രൂപ കിലോയ്ക്ക് കിട്ടി. അപ്പം എന്താ ഇതൊക്കെ നമ്മൾ മുന്നേ കൊടുത്തതിൻ്റെയൊക്കെ കണക്കുകളാണ്. അങ്ങനെ 6125 രൂപ നമുക്ക് ഒട്ടുപാല് വിറ്റ് കിട്ടി. ആ കണക്കൊക്കെ നമ്മൾ ഇവിടെ എഴുതി പെറുക്കി വെച്ച് കേട്ടോ. എല്ലാം എഴുതി കണക്ക് കൂട്ടി എവിടെ കൊടുത്തതെന്നൊക്കെ എഴുതി വയ്ക്കും കേട്ടോ. ഇതാണ് അവിടെ കടയിൽ നിന്ന് കിട്ടുന്ന ബില്ലാണ് കേട്ടോ അത്. നമ്മളിവിടെ 1-2 അടുത്ത് കടയുണ്ട്. അപ്പം നമ്മൾ സ്ഥിരമായിട്ടിപ്പോൾ പട്ടിക്കാടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എന്താ ഇതാണ് നമുക്കൊന്ന് ഒട്ടുപാല് വിറ്റപ്പോൾ കിട്ടിയ പൈസ. നമുക്കിത് ചിട്ടി പൈസ വട്ടി പൈസയൊക്കെ ഉണ്ട് കേട്ടോ, അടയ്ക്കണം. അങ്ങനെ പൈസ എടുത്ത് വെച്ച് കണക്കൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മളിതാ മുറ്റം അടിക്കാൻ ഇറങ്ങി കേട്ടോ. മുറ്റത്തുനിന്ന് അധികം കരികിലൊന്നുമില്ല, എന്നാലും മുറ്റം അടിക്കണം. അതാ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മണിയനും പരിവാരങ്ങളൊക്കെ അതാ മൂലയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാലൊഴിക്കുന്ന ബാരലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഫ്രണ്ടിലെ മുറ്റം നേരത്തെ അടിച്ചു കേട്ടോ. അന്നേരം വീഡിയോ എടുത്തില്ല, അവിടെ ഭയങ്കര വെയിലായിരുന്നു, പിന്നെ ഭയങ്കര പൊടി. അപ്പം എന്താ ബാക്ക് വശമാണ് കേട്ടോ അടിക്കുന്നത്. ആ നിൽക്കുന്ന ചെടി നമ്മുടെ മുറികൂടിയാണ് കേട്ടോ. മുറികൂടി അത് കുറേ ഉണ്ടായിരുന്നു. ഞാൻ ആ മുറ്റം അടിക്കുന്നിടത്തൊക്കെ മുറികൂടി പടർന്ന് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വണ്ടി ഇങ്ങോട്ട് കയറി വരുമ്പം ആ മുറികൂടിയെ കൂടെ വേണം കയറാൻ. അതുകൊണ്ട് അത് വെട്ടിപ്പറിച്ച് കളഞ്ഞു, അപ്പുറത്തോട്ട് പറമ്പിലോട്ട് മാറ്റിയിട്ടു. പിന്നെ വേറെ കുറച്ച് നാട്ടുകാരൊക്കെ വന്നിട്ട് കൊണ്ടുപോയി അങ്ങനെ അവിടെ അങ്ങനെ മുറ്റമാക്കി എടുത്തു കേട്ടോ. അപ്പം എന്താ മുറ്റമൊക്കെ നമ്മൾ അടിച്ചവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ പോകുന്ന ആ സിമെൻറ്റ് മിക്സറിൻ്റെ ആ വലിയ വണ്ടി കാണുമ്പം എനിക്ക് പേടിയാണ് കേട്ടോ. അതിങ്ങനെ ചിലപ്പോൾ വണ്ടി ഓട്ടത്തിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ മുൻവശത്തെ മുറ്റം നേരത്തെ അടിച്ചതാണ് കേട്ടോ. അതാ എൻ്റെ കറ്റാർവാഴയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായി. കറ്റാർവാഴയ്ക്ക് പുതിയ തൈകളുണ്ടായി വരുന്നുണ്ട് കേട്ടോ. 2-3 തൈ ഉണ്ടായി വരുന്നുണ്ട്. ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. വെള്ളം ഒഴിക്കാൻ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മീനൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ചാറ് കറി വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. തേങ്ങയ്ക്ക് അരച്ച് ചാറ് വെക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇതാ മീൻ കറിക്കുള്ള ഉള്ളി ഇഞ്ചിയൊക്കെ ഇവിടെ റെഡിയാക്കുകയാണ് കേട്ടോ. എല്ലാം റെഡിയാക്കി. ഒരു തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്കത് ചാറ് വയ്ക്കാമെന്ന് വെച്ചു. ഇതെല്ലാം കാരണം മീൻ കഷ്ണം കാണത്തില്ല, മീൻ അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. നമുക്കതിനകത്ത് ഇങ്ങനെ ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കറി വെക്കാനുള്ള പരിപാടി നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ചേർത്ത് കൊടുത്തത്. വേറെ പൊടിയൊന്നും ചേർത്തില്ല. പിന്നെ നമ്മളിത് വെന്ത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് പച്ചത്തേങ്ങ അരച്ച് നല്ല പേസ്റ്റാക്കി അരച്ചിട്ട് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കും. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല, കാരണം ഉണക്കമീനാണല്ലോ. ഉപ്പ് ഏറ്റവും അവസാനം ഇടാമെന്ന് വെച്ചു കേട്ടോ. തീയൊക്കെ കത്തുന്നുണ്ടായിരുന്നു. അതാ അതിനങ്ങനെ നമ്മൾ അടുപ്പത്തേക്ക് എടുത്ത് വെച്ചു. കൂട്ടത്തിൽ ഒരു കുടംപുളിയും കൂടി ഇട്ടു കേട്ടോ. ഒരു കഷ്ണം കുടംപുളി, നല്ല സൂപ്പർ കുടംപുളി കേട്ടോ. ഇത് ഞാൻ ആദ്യം ഒന്ന് ഈ പുളി കറി വെച്ചതാണ്. അത് കഴിഞ്ഞ് കഴുകി എടുത്ത് ഉണങ്ങി വെച്ചിട്ട് വീണ്ടും ഇട്ടതാണ് കേട്ടോ. കാരണം ഇത് ഒരു 3-4 വട്ടം നമുക്ക് ആ പുളി ഇങ്ങനെ കഴുകി എടുത്താൽ ഉപയോഗിക്കാവേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പം നമ്മൾ മീനൊക്കെ വെന്ത് കഴിഞ്ഞപ്പം അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് നമ്മൾ ചാറാക്കി എടുത്ത് കേട്ടോ. അപ്പം ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുകൊന്നും താളിക്കുന്നില്ല. അങ്ങനെ ദാ നമ്മുടെ ഉണക്കമീൻ ചാറ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് കറി ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ അടുക്കളപ്പണികൾ ഏറെക്കുറെ സമാപിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലെ കുറേ തുണി അലക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എടുത്തിട്ട് ഇതാ ഇവിടെ കട്ടിലെ കൊണ്ട് ഇട്ടേക്കാണ്. ഇനി അതൊക്കെ മടക്കി വയ്ക്കാനുണ്ട്. അത് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു റെഡിയായി. നമുക്ക് അടുത്ത വീട് കയറിക്കൂടലാണ്. അപ്പോൾ അതാ നമ്മൾ ആ കയറിക്കൂടലിന് പോകട്ടോ. നമ്മുടെ വീടിൻ്റെ താഴത്തെ വീടാണ്. അപ്പം രാത്രിയിലാണ് പരിപാടി. അപ്പം നമ്മൾ കയറിക്കൂടലിന് പോയി. ഇതാണ് കേട്ടോ വീട്. അവിടെ ലൈറ്റൊക്കെ വെച്ച് നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് വീടൊക്കെ. നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു. നമ്മുടെ ലൈവിലൊക്കെ വരാറുള്ള പാറൂസൊക്കെ ഉണ്ടായിരുന്നു കൂട്ടിന്. അങ്ങനെ ഫുഡ് ബിരിയാണി ആയിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ അവിടെ ഒരു ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കെ രാജനായിരുന്നു ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വീഡിയോ. പിന്നെ കാണാം. ബൈ.